സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പുറപ്പെട്ട് ചെല്ലുവാൻ ഇടയായി. ഈ ഫിലിപ്പോസ് ആരാണ്? 12 പേർ ശിഷ്യന്മാരിൽ ഒരുവൻ അല്ല, എന്നാൽ ആഹാരം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷക്കാരിൽ ഒരുവനായിരുന്നു. ആഹാരം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷക്കാരിൽ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആശ എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് ആഹാരവും വസ്ത്രവും കൊടുക്കുന്നതിനേക്കാൾ ആ വ്യക്തിയുടെ ആത്മാവിന് ആഹാരവും വെള്ളവും കൊടുക്കുന്നതായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് സഭ ചിതറിപ്പോയ സമയത്ത് ശമര്യ പട്ടണത്തിലേക്ക് അദ്ദേഹം പോകുവാനിടയായി. അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. ആ ശമര്യ പട്ടണം ഒരു നല്ല സ്ഥലം അല്ല. ശമര്യക്കാർ നല്ല ആളുകളല്ല. യഹൂദന്മാർ അന്യ വ്യക്തികളെ വിവാഹം കഴിച്ചവരിൽ നിന്ന് ഉണ്ടായ തലമുറയാണ്. അവരെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞതാണ്. അവരെ ആരും ചേർക്കുകയില്ല. അവരുടെ ജീവിതത്തിലും ചില മൂഢത ഉണ്ടായിരുന്നു. ഒരു യഹൂദൻ അന്യവ്യക്തിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന മക്കൾ യഹൂദരായിരിക്കുമോ? ആരായിരിക്കും? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതായ സമയത്ത് മരുഭൂമിയിൽ വെച്ച് പിറുപിറുക്കുകയും കലഹിക്കുകയും ചെയ്ത ആളുകളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണെന്നറിയാമോ? മിശ്രിത ജനമായിരുന്നു. ആരാണ് മിശ്രിത ജനമെന്ന് പറയുമ്പോൾ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിനെ വിവാഹം കഴിച്ചതിൽ നിന്ന് ജനിച്ചതായ മക്കളായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞ് അപ്പനെ പോലെ ഇരിക്കുമോ അമ്മയെ പോലെ ഇരിക്കുമോ? ആ ഒരു സഹോദരൻ കാണുവാൻ സുമുഖനല്ല, എന്നാൽ നല്ല ബുദ്ധിയുള്ളവനാണ്. എന്നാൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല ചന്തമുണ്ട് കാണുവാൻ, എന്നാൽ അവൾക്ക് വലിയ ജ്ഞാനമൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും വിചാരിച്ചു, നമുക്ക് രണ്ടും വിവാഹം കഴിക്കാം. നിന്റെ സൗന്ദര്യവും എൻ്റെ ബുദ്ധിയും കുഞ്ഞിന് ലഭിക്കാനിടയാകും എന്ന് പറയുവാനിടയായി. എന്ത് സംഭവിച്ചെന്നറിയാമോ? അയാളുടെ രൂപവും ഇവളുടെ ബുദ്ധിയും കിട്ടി. രണ്ടും നഷ്ടപ്പെട്ടു. നോക്കുക, മിശ്രിത ജനം കാരണമാണ് പ്രശ്നമുണ്ടായത്. അതാണ് അവിശ്വാസികളുമായിട്ട് ഇണയില്ല പിണ കൂടരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവർ തള്ളപ്പെട്ടവരായിരുന്നുവെങ്കിലും മനുഷ്യൻ അവരോട് സ്നേഹം കാട്ടിയില്ല എങ്കിലും ദൈവത്തിന് അവരോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ശമര്യക്കാരെ യേശുക്രിസ്തു ഒരുപാട് സ്നേഹിക്കുവാനിടയായി. ശമര്യ സ്ത്രീയെ മാറ്റുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഒരുപാട് ദൂരം യാത്ര ചെയ്തു പോയി. മറ്റൊരു തവണ ശമര്യയിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ജനം അങ്ങോട്ട് അനുവദിക്കാതിരുന്നപ്പോൾ യാക്കോബും യോഹന്നാൻ പറഞ്ഞു, ആകാശത്തിൽ നിന്ന് തീയിറക്കി കർത്താവെ ഇവരെ നശിപ്പിച്ച് കളയാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല, രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ശമര്യക്കാരെല്ലാം രക്ഷിക്കപ്പെടണം. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ ഒരിക്കലും വെറുക്കുന്നില്ല. അവൻ പാപത്തെയാണ് വെറുക്കുന്നത്, പാപിയെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. ശമര്യക്കാരെ ദൈവം സ്നേഹിക്കുന്നു എന്നറിഞ്ഞതായ ഫിലിപ്പോസ് ആ ദേശത്തിലേക്ക് ചെന്നിട്ട് സുവിശേഷം പറയുകയാണ്. അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ആ മന്ത്രവാദിയായ വ്യക്തി മന്ത്രവാദം ചെയ്തുകൊണ്ട് അത് ദൈവത്തിന്റെ മഹാശക്തിയാണെന്ന് പറഞ്ഞ് ആ ദേശക്കാരെയെല്ലാം പറ്റിക്കുകയായിരുന്നു. അവിടെ സുവിശേഷം പറയുന്ന ആരും തന്നെ ഇല്ല. യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് അവർക്ക് കാണുന്നതെല്ലാം വിശ്വാസമായി വരുന്നു. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നു. ആ മന്ത്രവാദിയുടെ മന്ത്രവിദ്യകളെല്ലാം കണ്ടുകൊണ്ട് ജനമെല്ലാം ഇത് മഹാശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് പോകാനിടയായി. എന്നാൽ ആ ദേശത്തിലേക്ക് ഫിലിപ്പോസ് ചെന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനിടയായി. അവന്റെ നാമത്തിൽ രക്ഷയുണ്ട്, അവന്റെ നാമത്തിൽ പാപക്ഷമയുണ്ട്, അവന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അവന്റെ നാമത്തിൽ സമാധാനമുണ്ട് എന്ന് പ്രസംഗിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതായ സമയത്ത് അവിടെയുള്ള അത് കേട്ടതായ സകല ജനവും
മന്ത്രവാദിയായ ശീമോന്റെ അരികിൽ നിന്ന് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ തിരികെ ഫിലിപ്പോസിന്റെ അരികിലേക്ക് വരുവാനിടയായി. ഒരു വലിയ സഭയായിട്ട് മാറി. ദേശക്കാരെല്ലാം അവിടെ വരുവാനിടയായി. യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തി എല്ലാവരും വിശ്വസിക്കുകയാണ്. മന്ത്രവാദിയായ ശീമോനും എന്താണ് വിചാരിച്ചത്? എന്നേക്കാൾ അധികമായിട്ട് അവിടെ എന്തോ ഒരു ശക്തിയുണ്ട്, അവിടെയാണ് യഥാർത്ഥമായ ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനും വന്നിട്ട് വിശ്വസിച്ച് സ്നാനപ്പെടാനിടയായി. ആരെ വിശ്വസിച്ചു എന്നറിയത്തില്ല. ഫിലിപ്പോസിനെയാണോ അതോ ഇത് നല്ലൊരു ബിസിനസ് ആയിരിക്കാമെന്ന് ചിന്തിച്ച് ആയിരിക്കാം ഒരുപക്ഷെ. എന്താണ് ഇവിടെ? ഫിലിപ്പോസ് ദൈവത്തിന്റെ വേല ചെയ്യുകയാണ് ഇവിടെ. അവിടെ സഭ വളരുകയാണ്, ജനമെല്ലാം അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അവിടെ ആകസ്മികമായിട്ട് ഒരു കാര്യം നടക്കാനിടയായി. എന്താണെന്ന് നമുക്ക് നോക്കാം. കർത്താവ് തന്നെ ദൂതനെ അയച്ച് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഗാസയ്ക്ക് പോകുന്ന നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസിന് മനസ്സിലായിരിക്കുമോ? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, പിന്നെ എങ്ങനെയാണ്? അതായത് ഈ ശമര്യയിലുള്ളതായ ആളുകൾ മാനസാന്തരപ്പെട്ടിട്ട് ആ സന്തോഷത്താൽ ഫിലിപ്പോസിന് ഇപ്പോൾ ഉണ്ടാകുന്നതായ ആലോചന നല്ലൊരു സഭ പണിത് ഇവിടെ തന്നെ നിൽക്കാമെന്നാണ്. എന്നാൽ ദൈവം ആ സമയത്ത് പറയാണ്, എഴുന്നേൽക്കുക, പോകൂ പോകൂ പോകൂ. അതെന്താണ് കർത്താവേ? ഒരുപാട് കഷ്ടപ്പെട്ട് ആത്മാക്കളെയൊക്കെ നേടി നല്ലൊരു സഭയൊക്കെ ആയിട്ട് അല്പസ്വല്പം സുഖമൊക്കെ അനുഭവിച്ചിവിടെ സഭയുടെ കാര്യമൊക്കെ നോക്കി അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നതായ സമയത്ത് എന്താണ് പോകുവാൻ വേണ്ടി പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്നത്? അതോ അമേരിക്കയിലേക്കോ മറ്റോ ആണെങ്കിൽ പോകാമായിരുന്നു. ഇതെവിടേക്ക് പോകാനാണ് പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ മദ്രാസിൽ പോകാൻ പറയാമായിരുന്നു, പോകാമായിരുന്നു. ഇതെന്താണ് എന്നോട് നിർജ്ജന പ്രദേശത്തിലേക്ക് പോകുവാൻ വേണ്ടി പറയുന്നത്? നിർജ്ജന പ്രദേശത്ത് ആരാണുള്ളത്? അവിടെ ജന്തുക്കളാണുള്ളത്. ആരാണ്? ജന്തുക്കൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു കൂടി വന്നാൽ 10-15 പേർ അവിടെയുള്ള വനത്തിൽ താമസിക്കുന്ന ആളുകൾ കാണും. എന്നെ എന്തുകൊണ്ട് അങ്ങോട്ട് അയക്കുമെന്ന് ഫിലിപ്പോസ് ചോദ്യം ചെയ്തില്ല. മറിച്ച് കർത്താവിന്റെ വാക്ക് കേട്ട അതേ സമയത്ത് തന്നെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് അവിടേക്ക് പോകുവാൻ ഇടയായി. എത്ര വലിയ ദൈവദാസനാണെന്ന് നോക്കുക. ഇന്ന് ദൈവത്തിലെ ദാസന്മാരായിരിക്കുന്നതായ വ്യക്തികൾ ദൈവം പറയുന്നിടത്തേക്ക് പോവുകയോ ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷ വേല വർദ്ധിച്ചു വരാതിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ക്രിയകൾ നടക്കാതിരിക്കുന്നത്. എവിടെയാണ് പണം കിട്ടുന്നത്? എവിടെയാണ് പേര് കിട്ടുന്നത്? എവിടെയാണ് ജനം കൂടുതൽ വരുന്നത്? എവിടെയാണ് നല്ല സുഖസൗകര്യങ്ങളുള്ളത്? എവിടെയാണ് നല്ല വരുമാനം കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയില്ല. നിങ്ങൾ ദൈവം പറയുന്നിടത്തേക്ക് പോകുക. ആദ്യം തന്നെ ദൈവം നടത്തിയതായ മാർഗം ഇങ്ങനെയായിരുന്നു. അതുപോലെ ദൈവം ഉപയോഗിച്ചതായ ഉപയോഗ വിധാനവും ഇതായിരുന്നു. ദൈവഹിതപ്രകാരം ചെയ്യുന്ന പണികളിൽ ദൈവത്തിന്റെ അനുഗ്രഹം കാണുവാനിടയാകും. നമ്മുടെ സ്വന്തം ആലോചനയാൽ ചെയ്യുന്നതായ കാര്യങ്ങൾ വിഫലമായി പോകും, സഫലമാവില്ല. ദൈവം പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാൻ പഠിക്കണം. നിർജ്ജന പ്രദേശത്തേക്ക് ദൈവം പോകുവാൻ പറഞ്ഞ സമയത്ത് അവിടേക്ക് പോകുവാൻ ഇടയായി. അപ്പോൾ വഴിയിൽ വെച്ച് ഒരു രഥം കാണുകയാണ്. ആ രഥം മുൻപോട്ട് പോവുകയാണ്. ദൈവം പറഞ്ഞു, ആ രഥത്തിനോടൊപ്പം നീ ഓടുക. ആ രഥം ആരുടേതാണ്, അതിൽ ആരിയ്ക്കുന്നു എന്നൊന്നും അറിയുകയില്ല. എന്നാൽ ദൈവം ഓടുവാൻ പറഞ്ഞപ്പോൾ ആ രഥത്തിന്റെ പിന്നാലെ ഓടുകയാണ്. ആ രഥത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഒരു മന്ത്രിയാണ്, ഒരു ഫൈനാൻസ് മിനിസ്റ്ററാണ്, ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ ദൂരത്ത് നിന്ന്, അതായത് എത്യോപ്യയിൽ നിന്നും യെരുശലേമിലേക്ക് വരുവാനിടയായി. വലിയവനായ ദൈവമായ യഹോവയെ ആരാധിക്കുന്നതിന് വേണ്ടി അവന്റെ ആലയത്തിലേക്ക് വരുന്ന വഴിയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ദേവാലയത്തിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതൊരു പേരിന് മാത്രമായിരുന്നു. യേശുവിനെ ക്രൂശിക്കാൻ മുൻപോട്ട് വന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും. സഭകളിലാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കാത്ത മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഈ കാലത്തും നോക്കിയാൽ ഒരുപാട് ആലയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതിന് പ്രകാരം ആ 7 സഭകളെക്കുറിച്ച് വെളിപ്പെടുന്നത് അനുസരിച്ച് ഈ കാലത്തുള്ള സഭകളിൽ ജീവനുണ്ടെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ നീ മരിച്ചവനാണ്, നീ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു, എന്നാൽ ബിലയാം നിന്നിലുണ്ട്. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എന്നാൽ നീ ഈസബേലിന് നീ സ്ഥാനം കൊടുക്കുന്നു, നീ നല്ലവണ്ണം സേവ ചെയ്യുന്നു. എന്നാൽ നിന്നിൽ നിന്ന് ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്ന ഒരു കുറവ് ഞാൻ കാണുന്നു. ലവോദിക്യ സഭയോട് പറഞ്ഞു, നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല,
ശീതോഷ്ണവാനാകിയ നിന്നെ ഉമിണ്ണുകളയും എന്ന്. സ്മുർണ എന്ന സഭയെ മാത്രം, കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്നതായ ആ സഭയെ മാത്രം കർത്താവ് പുകഴ്ത്തുവാൻ ഇടയായി. മരണപര്യന്തം വിശ്വസ്തനായിരുന്ന നിനക്ക് ജീവകിരീടം നൽകാമെന്ന് അവൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫിലദൽഫിയ എന്ന സഭ സുവിശേഷം അറിയിക്കുന്ന സഭയായിരുന്നു. ആ സഭയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം മുറുകെ പിടിക്കുക, ഞാൻ വേഗം വരാൻ പോവുകയാണ്, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് പറയുവാൻ ഇടയായി. ബാക്കിയുള്ള 5 സഭകളും നാമമാത്രമായിട്ട് മരവിച്ചു പോയ ഒരു സഭയുടെ അവസ്ഥയിലായിരുന്നു. പണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്നതായ സഭയായിരുന്നു. സഭയിലേക്ക് വന്ന ദൈവദാസന്റെ വിഷയം പിന്നെ പുൾപിറ്റിൽ കയറിയാൽ പിന്നെ പണമേ പണം, പണമേ പണം, പണമേ പണം. ഇതാണ് എന്താണ് ജനത്തിന്റെ ചങ്കിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മനുഷ്യരുടെ ഹൃദയം സ്പന്ദിക്കുന്നത് സാധാരണ രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ്: പണം 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 പണം. എന്റെ സമ്പത്ത് എനിക്ക് വേണം, എന്റെ വസ്തു എനിക്ക് വേണം, അപ്പന്റെ വസ്തു എനിക്ക് വേണം, അമ്മയുടെ വീതം എനിക്ക് വേണം. പണം 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 പണം. പണത്തെക്കുറിച്ചുള്ള ആർത്തിയാണ്. ഈ പണത്തിനു വേണ്ടിയാണ് പരസ്പരം ഇന്ന് ജനം കൊല്ലുന്നത്. ആ പണത്തിനു വേണ്ടിയാണ് ഒരാൾ മറ്റൊരാളെ തകർക്കുന്നത്, വഞ്ചിക്കുന്നത്. ആ പണത്തിനു വേണ്ടിയാണ് കെട്ടിയ ഭാര്യ ഇറക്കിവിടുന്നത്. ദൈവസന്നിധിയിൽ വാഗ്ദത്തം ചെയ്തുകൊണ്ട് വിവാഹം കഴിച്ചതായ ആ ഭാര്യയുടെ ജീവിതത്തിൽ അവളുടെ പക്ഷത്ത് ദൈവം പ്രവർത്തിക്കും. ജാഗ്രത. യൗവനപ്രായത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ആ ഭാര്യയുടെ പക്ഷത്ത് ദൈവം പ്രവർത്തിക്കും. നീ ജാഗ്രതയോടായിരിക്കുക. എത്രയോ പേരാണ് ഇന്ന് പണത്തിനു വേണ്ടി ആർത്തി കാണിക്കുന്നത്. സ്വന്തം മാതാവിനെ പോലും കൊല്ലുവാനിടയാകുന്നതായ എത്രയോ വാർത്തകളാണ് നാം കേൾക്കുന്നത്. വാർദ്ധക്യ സമയത്ത് അവരെ പരിപാലിക്കേണ്ടതായ സ്വന്തം മാതാവിനെ കൊന്നുകളയുന്നു. ലോകത്തിൽ ഇതുതന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലും ഇതാണ്. എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ പണം സമ്പാദിക്കാം, യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് എങ്ങനെ പണമുണ്ടാക്കാം, യേശുവിന്റെ നാമത്തിൽ വരുമാനമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ചിന്തയേക്കാൾ വലിയ ദാരിദ്ര്യമായ ചിന്ത മറ്റൊന്നില്ലെന്നാണ്. പണമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ ദൈവവേല ചെയ്യരുത്. ജോലി ചെയ്യുക. ദൈവത്തിന്റെ വേല ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ ആത്മാവിന്റെ ഭാരമായിരിക്കണം. ആത്മാക്കളെ നേടണമെന്നുള്ള ഭാരത്താൽ നീ ദൈവവേല ചെയ്യണം. പണം നിനക്ക് ആവശ്യമെങ്കിൽ പിന്നാലെ വരും. എന്നാൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി നീ ഈ വേല ചെയ്യുവാൻ ഇടയാകരുത്. ഫിലിപ്പോസ് ആത്മാവിനെ നേടുവാൻ എവിടെ രഥത്തിന് പിന്നാലെ ഓടുന്നു. ദൈവം നിനക്ക് നൽകുന്നതായ അവസരങ്ങളിൽ നീ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തെ കർത്താവിനു വേണ്ടി സമർപ്പിച്ച് അവന്റെ വേല ചെയ്യുവാൻ ഓടുക. നീ ഭാഗ്യവാനാകും, ഭാഗ്യവതിയാകും. ഫിലിപ്പോസ് ആത്മാവിനെ നേടുന്നതിന് വേണ്ടി രഥത്തിന് പിന്നാലെ ഓടുന്നു. മറ്റൊരു വ്യക്തിയെ കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ രഥത്തിന് പിന്നാലെ ഓടുന്നതായിട്ട്. ആരാണത്? 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ്, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. പിന്തുടർന്നു. നയമാനൊരു കുഷ്ഠരോഗിയായിരുന്നു. സിറിയാദേശത്ത് നിന്ന് കുഷ്ഠരോഗം മാറുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് വരുവാനിടയായി. ദൈവദാസനായ എലീശ പറഞ്ഞതിന് പ്രകാരം യോർദാൻ നദിയിൽ 7 തവണ മുങ്ങി നിവർന്നപ്പോൾ ശിശുവിന്റെ ശരീരം പോലെ അവന്റെ ശരീരം സൗഖ്യമാകാനിടയായി. അതിന് നന്ദി സൂചകമായിട്ട് അവൻ സ്വർണവും വെള്ളിയും വിശേഷ വസ്ത്രങ്ങളും ദാനമായിട്ട് കൊടുക്കുവാൻ ഇച്ഛിച്ചപ്പോൾ എലീശ പറഞ്ഞു, എനിക്കിത് വേണ്ട. പണമല്ല നിന്നെ സൗഖ്യമാക്കിയത്. ഞാൻ ഈ പണം വാങ്ങുകയാണെങ്കിൽ നീ നിന്റെ ദേശത്ത് ചെന്നിട്ട് നിന്റെ രോഗം എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ വെള്ളിയും സ്വർണവും വിശേഷ വസ്ത്രങ്ങളും കൊടുത്തതുകൊണ്ടാണ് എന്റെ രോഗം മാറിയത്. അപ്പോൾ അത് കേൾക്കുന്നവർ ഞങ്ങൾക്കത്രയും കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്തിരിയും. അതുപോലെ അവർ ചിന്തിക്കും, സൗഖ്യം പണം കൊടുത്തു വാങ്ങാൻ കഴിയും എന്നുള്ള കാര്യം. സൗഖ്യം പണം കൊടുത്തു വാങ്ങുവാൻ കഴിയില്ല. ദൈവദാസന് പണം കൊടുത്താൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ചിന്തിച്ചാൽ അത് അജ്ഞാനമാണ്. ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. ശരിയാണോ? 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 ഇതെന്താണ് എല്ലാ ദൈവദാസന്മാരും ശരിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രം അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ കൂടുതൽ പണമുണ്ടോ? എൻ്റെ കയ്യിൽ കൂടുതൽ പണമെന്ന് യഥാർത്ഥത്തിൽ പണമില്ല. യഥാർത്ഥത്തിൽ 40 വർഷമായിട്ട് ദൈവവേല ചെയ്യുകയാണ്.
ഞാൻ ഒന്നും തന്നെ സമ്പാദിക്കുന്നില്ല, എല്ലാം വരുന്നതെല്ലാം ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. വചനമുള്ളതുള്ളതുപോലെ തന്നെ പ്രസംഗിക്കണം, വചനം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം, ദൈവം നൽകുന്ന ദാനത്തിനു വേണ്ടി കാത്തിരിക്കണം, ദൈവം നൽകുന്ന പ്രതിഫലത്തിനു വേണ്ടി കാത്തിരിക്കണം. ഇവിടെ എലിശ പറയുകയാണ്, എനിക്ക് ധനത്തിന്റെ ആവശ്യമില്ല, വേണ്ട. അപ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. എലീശയുടെ അരികിൽ നിൽക്കുന്നതായ ബാല്യക്കാരൻ, സഹായി, ദാസൻ, ബൈബിൾ ട്രെയിനിങ്ങിന് വന്ന വ്യക്തിയായിരിക്കാം. എലീശയുടെ അരികില് സഹായിയായിട്ട് നിന്ന്, ദേവദാസന്റെ അരികില് സേവയൊക്കെ ചെയ്ത് നിന്നുകൊണ്ട് ഏലിയാവിന്റെ അടുക്കൽ നിന്നതായ എലീശയ്ക്ക് എത്ര ഇരട്ടി ആത്മാവിനെയാണ് ലഭിച്ചത്? 2 ഇരട്ടി. അപ്പോൾ ഗേഹസിക്ക് എത്ര ഇരട്ടി ലഭിക്കണം? 4 ഇരട്ടി. അങ്ങനെയുള്ള ഒരു ദാഹത്തോട് വന്നതായിരിക്കാം. എന്നാൽ അതിനിടയ്ക്ക് പണവും സ്വർണവും വസ്ത്രവും എല്ലാം കാണുമ്പോൾ അത് കണ്ടിട്ട് ആകർഷിക്കപ്പെട്ടു പോകുന്നു. ചില ആളുകൾക്ക് അങ്ങനെയാണ്, പണം കണ്ടാൽ പിന്നെ തലകറങ്ങിപ്പോകാനിടയാകും. പിന്നെ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ആന്ധ്രാപ്രദേശിലുള്ളതായ ഒരു കുഗ്രാമത്തിൽ ഞാനൊരു സുവിശേഷ പ്രസംഗത്തിന് പോകാനിടയായി. അവിടെ ഒരു സഹോദരി വന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് 3-4 ദിവസമായിട്ട് ഭയങ്കര കരച്ചിലാണ്, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ടൊന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ അങ്ങോട്ട് പോയി. ഒരു ചെറിയ കുടിലാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് വെറുതെ നിലവിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്, പറയുക. അപ്പോൾ പറയുക, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ശരി പറയൂ. അപ്പോൾ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലേക്ക് പോകുവാനിടയായി. അപ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇത്രയും കെട്ട് പണം താഴെ വീഴാനിടയായി. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ട്രാക്ടർ വരുവാനിടയായി. ട്രാക്ടർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പണം എവിടെ പോയെന്നത് കാണുന്നില്ല. അയ്യോ, എന്തൊരു മനുഷ്യനാണ് നിനക്ക്! നിനക്ക് എന്താണ് സംഭവിച്ചത്? ആ പണം ആരുടേതായിരുന്നു? വേറെ ആരുടേതോ. ആരാണ് ആ പണം എടുത്തത്? വേറെ ആർക്കോ ആണ് കിട്ടിയത്. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? ഞാനത് കണ്ടല്ലോ, അത് ഞാൻ കണ്ടല്ലോ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പണം പണം പണമെന്നുള്ള ചിന്ത മാത്രമാണ്. ജോൺ വെസ്ലി എന്ന ഭക്തൻ പറഞ്ഞു, പണം അത് മാലിന്യമാണ്, ചപ്പുചവറാണ്. ഞാനതിനെ ആശിക്കില്ല, അതിന്റെ പിന്നാലെ പോവില്ല, കാലുകൊണ്ട് ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞു. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി മില്യൺ കണക്കിന് പണം ചെലവഴിക്കാനിടയായി. അവസാനം അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ 2-3 ചില്ലറ തുട്ടുകൾ മാത്രമായിരുന്നുള്ളത്. എവിടെയും ബാങ്കിലും ഒന്നുമില്ലായിരുന്നു. ആത്മാക്കൾ നശിച്ചു പോകുമ്പോൾ ചർച്ച് കെട്ടി വലുതാക്കിയിട്ട് അതിൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പണിതതായ ആലയത്തിന് പെയിന്റ് അടിക്കാൻ പോലും ഇന്ന് ആളുകളെ കിട്ടുന്നില്ല. മിഷണറീസ് വന്ന് കെട്ടിപ്പണിതതായ ആലയത്തിനിപ്പോൾ കുമ്മായം പൂശാൻ പോലും ആളില്ല. പുതിയ പുതിയ ആലയങ്ങൾ പണിയണമെന്നുള്ള ആഗ്രഹമാണ്. ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് കർത്താവ് പറയുമ്പോൾ സെക്കൻഡിൽ 85ഓളം പേര് മരിച്ച് നരകത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രപഞ്ചം ഒട്ടാകെ നോക്കുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ക്രിസ്തുവിനെ അറിയാത്തവരായി, രക്ഷിക്കപ്പെടാത്തവരായി ജീവിക്കുമ്പോൾ പറഞ്ഞവരോട് തന്നെ സുവിശേഷം പ്രസംഗിച്ച് ആലയത്തിൽ തന്നെ സുവിശേഷത്തെ ഒതുക്കിക്കൊണ്ട് ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്നത് കഷ്ടമാണ്. ഗേഹസി ഓടുകയാണ്. പണമുള്ള ആ രഥത്തിന് പിന്നാലെ, സമ്പത്തുള്ള രഥത്തിന് പിന്നാലെ ഓടുന്നു. യഹോവയുടെ നാമം പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടുന്നത്. ഇവൻ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? യഹോവയുടെ നാമത്തെ അവിടെ വൃഥാ ഉപയോഗിക്കുകയാണ്. അവൻ കള്ളം കാണിക്കാൻ, വഞ്ചന കാണിക്കുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി ഓടുകയാണ്. യഹോവയുടെ നാമത്തില്, യഹോവയാണ് ഞാൻ ചെന്ന് വാങ്ങുമെന്നാണ് അവനിവിടെ പറയുന്നത്. ഇത് കണ്ടതായ നയമാൻ ചിന്തിച്ചു, ഗേഹസി എലീശയുടെ അരികിൽ നിന്നതായ ഒരു ദേവദാസനാണല്ലോ, എന്തുകൊണ്ടാണ് എന്റെ പിന്നാലെ ഓടി വരുന്നത്? എന്നിട്ട് ഇറങ്ങി ചോദിച്ചു, എല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചതായ സമയത്ത്, സുഖമായിരിക്കുന്നു, ഞങ്ങളുടെ ദേവദാസൻ പണം വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ഞാനൊരു 2 മക്കളുടെ പിതാവാണ്, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, എൻ്റെ വീട്ടിൽ വളരെ കഷ്ടമാണ് എന്ന് പറഞ്ഞ് ചോദിച്ചെങ്കിൽ കുഴപ്പമേലായിരുന്നു. എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് 2 ബാല്യക്കാർ വന്നിരിക്കുന്നു. അവർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയും ദേവദാസനും വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. എന്താണ്? 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറയാനിടയായി. സൗഖ്യം പ്രാപിച്ച നയമൻ വളരെ നന്ദിയോടുകൂടെ നിൽക്കുകയാണ്. ചോദിച്ചാൽ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോയി മന്ത്രിയാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നത്, ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിൽ കൂടി എനിക്ക് എന്തു ലാഭം കിട്ടാനിടയാകും? ആ വ്യക്തിയെ എങ്ങനെ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും?
എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്ന ആലോചന നയമാൻ പറഞ്ഞു, വാങ്ങുക. 1 താലന്തല്ല 2 താലന്ത് ദയവ് ചെയ്ത് വാങ്ങണമെന്ന് പറഞ്ഞ് 2 താലന്ത് വെള്ളിയും വസ്ത്രക്കൂട്ടവും അവന്റെ ബാല്യക്കാരെ കൊടുത്ത് അയക്കുവാനിടയായി. ഇവനും വേലക്കാരാണ്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ ദാസന്മാർക്കും ബോഡി ഗാർഡാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ദൈവദാസന്മാർക്ക് ബോഡി ഗാർഡ് എന്ന ആവശ്യം? നമ്മുടെ ബോഡി ഗാർഡ്സ് ആരാണ് നമ്മുടെ ബോഡി ഗാർഡ്സ്? എന്റെ ദൈവം തന്നെ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ എനിക്കെന്തിനാണ് ബോഡി ഗാർഡ്സ്? നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കൺമണി പോലെയാണ് ഞാൻ നിന്നെ കാക്കുന്നത്. കൺമണി പോലെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. നിന്റെ വശത്ത് 1000 പേർ വീണാലും 10,000 പേർ വീണാലും അത് നിനക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. ഞാൻ നിന്നെ കാക്കുന്നുണ്ട്. നീ എന്തിനാണ് പേടിക്കുന്നത്? എന്തിനു ഭയപ്പെടുന്നു? എന്തിനാണ് കഷ്ടതയെ ഭയപ്പെടുന്നത്? ഒരു ക്രിസ്ത്യാനി കഷ്ടതയിൽ കൂടി കടക്കുമ്പോൾ വിശ്വാസ വീരനായി വിശുദ്ധീകരിക്കപ്പെടുന്നു. അവൻ നിർഭയത്തോടുകൂടി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. കഷ്ടതയെ അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അനുഗ്രഹത്തെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്ത് അതിന്റെ ലക്ഷണമാണ്. ദൈവത്തെക്കാൾ അധികമായി സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികളെ. ജാഗ്രത! നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? എന്തനുസരിക്കുന്നു? എന്ത് വിശ്വസിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വെച്ച് പരിശോധിക്കൂ. നാം ഓടേണ്ടത് പണത്തിന് പിന്നാലെയല്ല, അധികാരികളുടെ പിന്നാലെയല്ല, സ്ഥാനത്തിന് പിന്നാലെയല്ല, സ്വാർത്ഥതയുടെ പിന്നാലെയല്ല, ആത്മാക്കളുടെ പിന്നാലെ ഓടുക. ആത്മാക്കൾക്ക് വേണ്ടി ഓടുക. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാമെന്ന് പറഞ്ഞു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ച സമയത്ത് അവർ സകലതും വിട്ടിട്ട് അവനെ അനുഗമിച്ചു. എന്താണവർ? സാധാരണ ഒരു മീൻപിടുത്തക്കാർ അല്ല. യോഹന്നാനും യാക്കോബും എന്നൊക്കെ പറയുമ്പോൾ അവർ വലിയ ബിസിനസ് ചെയ്യുന്നതായ ആളുകളാണ്. ഒരു മീൻപിടുത്തക്കാരുടെ മീൻ പിടിക്കുന്നതായ വല വാങ്ങണമെങ്കിൽ ആ വലയ്ക്ക് എത്ര വിലയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വള്ളത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കാക്കിനാട് എന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെ വലിയൊരു ഗ്രാമമുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയൊരു ചർച്ചാണ് അവരവിടെ പണിതിരിക്കുന്നത്. മത്സ്യം പിടിക്കുന്നതായി ഇവർക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ അറിവില്ലാതെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറിൻ സപ്പോർട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം സീ സപ്പോർട്ട് മാത്രമാണ്. എന്താണ് സീ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ? അതെ, ഞാനൊരു മീൻപിടുത്തക്കാരനായിരുന്നു. എന്റെ വലയും തോണിയും വിറ്റിട്ട് ഇവിടെ ദൈവത്തിന്റെ വേല ആരംഭിക്കാൻ ദൈവം പറഞ്ഞതായ സമയത്ത് ഇവിടെ ഞാനൊരു കുടിൽ കെട്ടി ദൈവത്തിന്റെ വേല ആരംഭിക്കാനിടയായി. യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അനേക മീൻപിടുത്തക്കാർ രക്ഷിക്കപ്പെടുവാനിടയായി. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ആദ്യത്തെ തവണ അതിരാവിലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി പോകുവാൻ ഇടയാകും. ആദ്യം മീൻ പിടിക്കുന്നത് ദൈവത്തിനാണ് എന്നുള്ളൊരു നിയമം ഞങ്ങൾ കൊണ്ടുവന്നു. ആദ്യത്തെ ദൈവത്തിന് കൊടുക്കുന്നതായ സമയത്ത് ദൈവവേലയ്ക്ക് ആവശ്യമായ അനുഗ്രഹീതമായ ആലയം പണിയുന്നതിന് വേണ്ടിയുള്ള പണം ദൈവം നൽകുവാനിടയായി. അതുപോലെ ഞങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. ഓരോരോ മീന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ളതായ അനുഗ്രഹം ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചപ്പോൾ വള്ളവും വലയും വിട്ടാണ് വന്നത്. എന്നാൽ അവർ ദൈവത്തിനു വേണ്ടി ഒരുപാട് ഉപയോഗിക്കപ്പെട്ടു. ദൈവത്തിനു വേണ്ടി നിങ്ങൾ ലോകത്തെ വിടാൻ തയ്യാറാണോ? അതോ ലോകത്തിനു വേണ്ടി നിങ്ങൾ ദൈവത്തെയാണോ വിടുന്നത്? എത്രയോ യൗവനക്കാർ ഇന്ന് ദൈവിക അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ ചോക്ലേറ്റ് സോൾജേഴ്സ് ആയിട്ട് മാറുകയാണ്. ചോക്ലേറ്റ് സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ 10 ചോക്ലേറ്റുകൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ഇടയ്ക്ക് മഴ വരാനിടയായി. എന്താണ് സംഭവിച്ചത്? എല്ലാം അലിഞ്ഞു പോകാനിടയായി. പൗലോസ് പറയുകയാണ്, എന്നോടൊപ്പം നല്ലൊരു സൈനികനെ പോലെ പോരാടുക. ദൈവവേല എന്ന് പറയുമ്പോൾ തമാശയല്ല. കഷ്ടതയും കണ്ണുനീരും ദുരാത്മ സേനയോടുള്ള പോരാട്ടവും. ദൈവത്തിന്റെ ഹിതത്തെ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ശാപത്തിന് ഇരയാകും. നയമാന്റെ പക്കൽ നിന്ന് വെള്ളിയും വസ്ത്രങ്ങളും വാങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ആലയത്തിൽ വന്ന് നിൽക്കുകയാണ്. എലീശ ചോദിച്ചു, ഗേഹസി എവിടെ പോയതായിരുന്നു? എവിടേക്ക് പോയി? നിന്റെ ദാസനായിരിക്കുന്ന ഞാൻ എവിടേക്കും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നത്.
ചിലർ കള്ളം പറയുന്നത് നാം കേൾക്കുകയാണെങ്കിൽ സിനിമ നടന്മാർ പോലും അവരുടെ അടുക്കൽ വരികയില്ല. ഹോ, അത്രമാത്രമാണ്. എത്ര നന്നായിട്ടാണ് അമ്മയെ പറ്റിച്ചെടുക്കുന്നത്. സ്നേഹമുള്ളതായ അമ്മയല്ലേ പറ്റിക്കപ്പെടും. നിന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന മാതാവിനെ പറ്റിച്ചിട്ട് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നിന്നെ ഇത്രയും വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റിച്ചിട്ട് കടന്നുകളയാമെന്ന് വിചാരിക്കുകയാണോ? നിന്റെ ദാസനായിരിക്കുന്ന ഞാൻ എവിടേക്കും പോയില്ല. ആ രഥത്തിന് പിന്നാലെ നീ ഓടിയ സമയത്ത് എന്റെ മനസ്സും നിന്നോടൊപ്പം വന്നില്ലേ? എന്റെ മനസ്സ് നിന്നോടൊപ്പം. ഒരു യഥാർത്ഥമായ ദൈവദാസന്റെ മനസ്സ് താൻ നേടിയെടുത്തതായ ആത്മാക്കളുടെ പിന്നാലെ ആയിരിക്കും. അവരുടെ ആവശ്യങ്ങളെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും അറിയുന്നതായ മനസ്സ് ഉണ്ടായിരിക്കും. അവരെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും പരിശ്രമിക്കുന്ന മനസ്സായിരിക്കും. ഇതൊരു ബിസിനസ് അല്ല, ദൈവവേല അങ്ങനെയല്ല. ഒരു കടയിൽ ചെന്നിട്ട് നാം ഒരു സാധനം വാങ്ങിച്ച് കാശ് കൊടുത്ത് അവരുടെ കാര്യം അവർ നോക്കുന്നു, നമ്മുടെ കാര്യം നാം നോക്കുന്നു. അങ്ങനെയുള്ളതല്ല ഇത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബന്ധം അങ്ങനെയുള്ളതല്ല. പൗലോസ് പറയുകയാണ്, ഈ ആത്മാക്കളെക്കുറിച്ചുള്ളതായ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പൗലോസ് പറയുന്നു, സുവിശേഷത്താൽ ഞാൻ നിങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്നു. യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടേണ്ടതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു. പ്രസവവേദന അനുഭവിക്കുന്നതായ ദൈവദാസന്മാരുണ്ട്. ആത്മാക്കളെ നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വചനം പറയുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ അന്ത്യകാലത്ത് അങ്ങനെയുള്ളതായ ജനങ്ങൾ കുറഞ്ഞു പോവുകയാണ്. അയ്യോ, അങ്ങനെയുള്ളവർക്ക് കഷ്ടം. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിൽക്കേണ്ടതിനു വേണ്ടി അവന്റെ മുൻപിൽ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തു പോവുകയാണ്. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ നിത്യവും വസിക്കാനിടയാകും. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ സിംഹത്തെ പോലെ ധൈര്യവാനായിരിക്കും. അവൻ പണത്തിന് കീഴ്പ്പെടില്ല. പുകഴ്ത്തലുകൾക്ക് മുൻപിൽ അവൻ കീഴ്പ്പെട്ടു പോവുകയില്ല. അവൻ ദൈവത്തെ അനുസരിക്കും. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ ജീവിക്കാതെ, പണത്തിനു വേണ്ടി ആർത്തി കാണിക്കാതെ, മുഖസ്തുതി പറയുന്ന ആളുകൾക്ക് മുമ്പിൽ അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കാതെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ശ്രമിക്കൂ. ദയവുചെയ്ത് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ആ സ്വർഗീയ വാതിലുകളെ തുറന്നുകൊണ്ട് ആ കിളിവാതിലുകളിൽ നിന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തെ ചൊരിയുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ നടത്തണമേ. നിന്റെ നാമത്തിൽ സകല ശാപങ്ങളും അഴിഞ്ഞു പോകട്ടെ. നിന്റെ നാമത്തിൽ സകല രോഗങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ ഞെരുക്കത്തിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കുമാറാകണമേ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, ബുദ്ധിമുട്ടോടുകൂടി, ഞെരുക്കത്തോടുകൂടി, കഷ്ടതയിൽ അകപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കാതെ നീ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായ ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളും ശാപങ്ങളുമെല്ലാം വഹിച്ചവനെ, ഞങ്ങളുടെ ശാപങ്ങളെല്ലാം ക്രൂശിൽ തറച്ചവനെ, നിനക്ക് നന്ദി കരയേറ്റുന്നു. ശാപത്തെ അഴിച്ചു മാറ്റണമേ. അടയ്ക്കപ്പെട്ട ഗർഭപാത്രങ്ങളെ കർത്താവേ നീ തുറക്കണമേ. ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്ന ആളുകൾ, മക്കളില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന അനേകം ആളുകൾ സ്വന്തം മക്കളുമായിട്ട് ഇവിടെ വന്നിട്ട് നിന്നോട് സാക്ഷ്യം പറയുവാൻ നീ സഹായിക്കണമേ. യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ജീവിച്ചു കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പണത്തിനു വേണ്ടി ആർത്തി കാണിക്കുന്നവരായിട്ട് അല്ലാതെ, ലോകത്തെ സ്നേഹിച്ചു പോകുന്നവരായിട്ടല്ലാതെ, പാപത്തിന് കീഴ്പ്പെട്ടു പോകുന്നവരായിട്ടല്ലാതെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, തീക്ഷ്ണതയോടുകൂടെ ജീവിക്കുവാൻ, ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ
നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ